പൊരിഞ്ഞ രാഷ്ട്രീയ ചർച്ചകൾക്കൊപ്പം ഇന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മറ്റൊരു ചർച്ച കൂടി ഉണ്ടായി. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചും ഒരു ഫേസ്ബുക്ക് പോസ്റ്ററിനെ കുറിച്ചും. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറും BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുമാണ് ഇതിലെ താരങ്ങൾ. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി നടൻ ടൊവിനോ തോമസിനെ അദ്ദേഹത്തിൻ്റെ സെറ്റിൽ പോയി കണ്ടപ്പോൾ ഒരു ചിത്രവും എടുത്തു. പക്ഷേ ആ ചിത്രം അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ടൊവിനോ തോമസിനൊപ്പം നിൽക്കുന്ന ചിത്രത്തോടൊപ്പം VS സുനിൽകുമാറിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം കൂടി ഉൾപ്പെടുത്തി. ഇതോടുകൂടിയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായത്. കാരണം മറ്റൊന്നുമല്ല, ടൊവിനോ തോമസ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ്. അങ്ങനെയാകുമ്പോൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിത്രം ഉൾപ്പെടുന്ന ഒരു പോസ്റ്ററിൽ ഉൾപ്പെടാൻ പാടില്ല. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ടൊവിനോ തോമസിൻ്റെ ചിത്രം ഉൾപ്പെടുത്താനും പാടില്ല. ഇതോടുകൂടി ടൊവിനോ വിയോജിപ്പ് രേഖപ്പെടുത്തി. VS സുനിൽകുമാറിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അതോടുകൂടി VS സുനിൽകുമാർ ഈ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. ഫോട്ടോ നമ്മുടെ ആളുകളുടെ എടുത്തിട്ടപ്പോൾ ചിഹ്നടക്കമുള്ള ഫോട്ടോ ഇട്ടു. അതയാൾ ഇലക്ഷൻ കമ്മീഷന്റെ ഈ ബ്രാൻഡ് അംബാസിഡറാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നില്ല. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അത് നമ്മുടെ ആളുകളോട് നിർദ്ദേശം കൊടുത്തു, ഇടുമെന്ന് പറഞ്ഞു. അത് പിൻവലിക്കുകയും ചെയ്തു. കലാമണ്ഡലം ഗോപി ആശാന്റെ മകൻ രഘു ഫേസ്ബുക്കിലിട്ടൊരു കുറിപ്പാണ് മറ്റൊരു ചർച്ച. സുരേഷ് ഗോപി പല VIP-കളെയും ഉപയോഗിച്ച് ഗോപി ആശാനെ ഫോണിൽ ബന്ധപ്പെട്ടു. തനിക്ക് പിന്തുണ ആവശ്യപ്പെട്ടു. ഒരു ഡോക്ടർ ഉൾപ്പെടെ വിളിച്ചാണ് ഇത്തരത്തിൽ പിന്തുണ ആവശ്യപ്പെട്ടതെന്ന് ഗോപി ആശാന്റെ മകൻ ഫേസ്ബുക്കിൽ കുറിച്ചു. പത്മഭൂഷണൊക്കെ വേണ്ടേ ഗോപി ആശാനെ? അതൊക്കെ വേണമെങ്കിൽ സുരേഷ് ഗോപിയുമൊക്കെയുമായി സഹകരിച്ചുകൂടെ എന്ന് ഉൾപ്പെടെ ആ ഡോക്ടർ ചോദിച്ചെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. എന്നാൽ ഗോപി ആശാൻ ഇതേക്കുറിച്ച് യാതൊന്നും അറിയില്ലെന്നാണ് പ്രതികരിച്ചത്. സുരേഷ് ഗോപി ആകട്ടെ തനിക്ക് ഗോപി ആശാൻ ഗുരുതുല്യനാണെന്നും ആരെയും ഗോപി ആശാനെ ബന്ധപ്പെടാൻ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് സുരേഷ് ഗോപിയും വ്യക്തമാക്കി. ഒരു ഗുരുവിനെ കണ്ട് വണങ്ങുന്നത് പോലെ, തൊട്ട് വണങ്ങുന്നത് പോലെ വണങ്ങിയിട്ടുണ്ട്. ഇനിയും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇപ്പോഴും ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സാണോ, അദ്ദേഹം അറിയിച്ചതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വികസനവും CAA-യും പെട്രോൾ വില വർധനയും എല്ലാം മാത്രമല്ല ചർച്ച. ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റും ഫേസ്ബുക്ക് പോസ്റ്ററുമെല്ലാം തന്നെ ചർച്ചയാകുന്നു. സുജി പട്ടാമിക്കൊപ്പം തൃശ്ശൂരിൽ നിന്നും MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്. അങ്ങനെ തൃശ്ശൂർ തിളയ്ക്കുമ്പോൾ ഈ പറയുന്ന വികസന വിഷയങ്ങൾക്കും ദേശീയ വിഷയങ്ങൾക്കും അപ്പുറത്തേക്ക് വിവാദങ്ങളും തലപൊക്കുകയാണോ? നമ്മൾ അതിഥികളിലേക്ക് പോവുകയാണ്. റെജി ലൂക്കോസ്, ഇടതു സഹയാത്രികൻ, ഒപ്പം BJP നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ് കൂടി തത്സമയം നമ്മോടൊപ്പം ചേരും. ശ്രീ റെജി ലൂക്കോസ്, സാധാരണ തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഉണ്ടാകാവുന്ന ചില ജാഗ്രത കുറവുകളൊക്കെ സംഭവിക്കാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതിനൊരു വില കൊടുക്കേണ്ടതുണ്ടോ? കലാമണ്ഡലം ഗോപി ആശാനെ BJP വിലപേശിയോ? കാരണം ഒരു ഡോക്ടർ വിളിച്ച ആ വാക്കുകളാണ് മകൻ ഫേസ്ബുക്കിലൂടെ കുറിച്ചത്. അതിൽ ഗൗരവമുള്ള വിഷയങ്ങളുണ്ടോ ശ്രീ റെജി ലൂക്കോസ്? അതീവ ഗൗരവമാണ് വിഷയം. പ്രജീഷ് അറിയാമല്ലോ, കേരളത്തിലെ കലാമണ്ഡലം കൃഷ്ണനായരിന് ശേഷം കേരളം ലോകത്തിന് സംഭാവന ചെയ്തിരിക്കുന്ന ഏറ്റവും മഹാനായ കലാകാരനാണ് കലാമണ്ഡലം ഗോപി ആശാൻ. അദ്ദേഹം കലാമണ്ഡലത്തിന്റെ പ്രിൻസിപ്പാളായിരുന്നു. ലോകം ആദരിക്കുന്ന, ലോകം എമ്പാടും ആദരവുള്ള, ആരാധകരുള്ള, പുരോഗമന പ്രസ്ഥാനങ്ങളോടൊപ്പം എന്ന് നിന്നിട്ടുള്ള ഗോപി ആശാനെ പോലെയുള്ള ഒരു കലാകാരനെ പലരും വിളിച്ചു. ഒടുവിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുപ്പമുള്ള ഒരു ഡോക്ടറും വിളിച്ച് ഭീഷണിപ്പെടുത്തുക, തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ പത്മഭൂഷണമൊക്കെ കിട്ടണ്ടേ, അദ്ദേഹത്തിനൊക്കെ എന്നേ പത്മഭൂഷണം കൊടുക്കേണ്ടതായിരുന്നു. ഈ 10 വർഷമായിട്ട് ഇവരെവിടായിരുന്നു? ഇത്രയ്ക്ക് മഹാനായ ഒരു കലാകാരൻ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ട് കഥകളി രംഗത്ത്. അപ്പോൾ അത് വേണമെങ്കിൽ സുരേഷ് ഗോപിയെ പോലുള്ളവർക്ക് പിന്തുണ കൊടുക്കണമെന്നുള്ള ഈ പറയുന്ന ഭീഷണി സ്വരത്തിലുള്ള ഇത്തരം ഫോൺ കോൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം അത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുശേഷം അദ്ദേഹത്തിന് ഡോക്ടറോടുള്ള അടുപ്പം കൊണ്ട് പക്ഷേ ശ്രീ റെജി ലൂക്കോസ്, സുരേഷ് ഗോപി പറഞ്ഞതോടുകൂടി കാര്യങ്ങൾ തീർന്നു. അദ്ദേഹം പറയുന്നുണ്ട്, കാരണം താൻ ആരെയും ചുമതലപ്പെടുത്തിയില്ല, പാർട്ടിയും BJP-യും ഇത്തരത്തിലൊരു വിലപേശലിനോ അല്ലെങ്കിൽ അനുഗ്രഹം തേടാൻ വേണ്ടിയുള്ള ഒരു ഫോൺ കോളിനോ ഒന്നും അല്ലെങ്കിൽ ബന്ധപ്പെടാൻ അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല, അങ്ങനെ ഒരു ചുമതലപ്പെടുത്തിയിട്ടുമില്ല എന്ന പ്രതികരണം സ്ഥാനാർത്ഥി കൂടിയ സുരേഷ് ഗോപിയിൽ നിന്ന് വന്നു കഴിഞ്ഞു. അതാണ് വിചിത്രമായ വിശദീകരണം പ്രതീക്ഷ. മലയാളി വിവരമുള്ളവനാ, പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിലെ ജനങ്ങള് ഇങ്ങനെ ഒരു ഫോൺ കോൾ പോയിട്ടില്ല എന്നും തനിക്ക് വേണ്ടി ആരും ബഹുമാനപ്പെട്ട ഗോപി ആശാനെ ഫോൺ ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. താൻ ആരെ ഏർപ്പെടുത്തിയിട്ടില്ല, അങ്ങനെ ഒരു വിഷയം തനിക്ക് അറിയത്തില്ല എന്ന രീതിയിൽ ഒഴുക്കം മട്ടിൽ അദ്ദേഹം നിഷേധിക്കാതെ. സുരേഷ് ഗോപി കഴിഞ്ഞ 1 വർഷമായിട്ട് പ്രത്യേകിച്ച് തൃശ്ശൂർ സ്ഥാനാർത്ഥിയാവുന്നത്
ഉറപ്പായതിനു ശേഷം കാട്ടിക്കൂട്ടിയിരിക്കുന്ന എന്താ പറയാ ഒരിക്കലും കേരളത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിലപാടുകളും വാക്കുകളും കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. തനിക്കൊരു ബ്രാഹ്മണനായി ജനിക്കണമെന്നും തനിക്ക് അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിക്കണമെന്നും ശബരിമലയിൽ പോയി പൂജിക്കണമെന്നൊക്കെ പറഞ്ഞൊരു മനുഷ്യൻ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ പിന്നെ അംബേദ്കറിന്റെ ഭരണഘടനയെ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരു രാജ്യത്ത് ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനായിട്ട് യോഗ്യതയുണ്ട്. എന്റെ ചോദ്യം അതാണ്. അതുപോലെ തന്നെ ഒരു വിഭാഗത്തിലെ ജനങ്ങളെ പിന്നെ ഭീഷണിപ്പെടുത്തുക, തന്റെ വിഷുക്കൈ നീട്ടത്തിന് വേണ്ടിയിട്ട് വണ്ടിയിൽ വന്ന് പുറത്തിറങ്ങാതെ കൊണ്ട് സ്ത്രീകളെ കൊണ്ട് കുട്ടികളെ കൊണ്ട് കാല് പിടിപ്പിച്ച് ദക്ഷിണ കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വരേണ്യ വർഗത്തിന്റെ അങ്ങനെ സിമ്പിളായി പറയാൻ പറ്റത്തില്ല, ഒരു പിന്നെ കടുത്ത വർഗീയതയുള്ള ഒരു സവർണ മേധാവിത്വത്തിന്റെ വക്താവ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ സുരേഷ് ഗോപി ഏത് രീതിയിൽ പറഞ്ഞാലും ആരെങ്കിലും വിശ്വസിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സുരേഷ് ഗോപി പറഞ്ഞ ആരും കേട്ടു. എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് ഒരു വിരോധവും ഇല്ല. അദ്ദേഹം ഒരു ശുദ്ധഗതിക്കാരനാണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഇത് ശുദ്ധഗതി എന്നുള്ള ബാനറിലൊന്നും അദ്ദേഹത്തിന് തളച്ചിടാൻ പറ്റത്തില്ല, അദ്ദേഹത്തിന് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാനും പറ്റത്തില്ല. കലാമണ്ഡലം ഗോപിയാശാനെ വിളിച്ച് അവര് പറഞ്ഞത് ഒരിക്കലും ഒരു കലാകാരനേക്കാൾ ഉപരിയായിട്ട് ഈ നാട് ആദരിക്കുന്ന, എല്ലാത്തിനും അതീതമായിട്ട് ബഹുമാനത്തോടെ ആദരിക്കുന്ന കലാമണ്ഡലം ഗോപിയാശാനോട് പത്മഭൂഷണമൊക്കെ കിട്ടണ്ടേ? അതിന് സുരേഷ് ഗോപി പിന്തുണയ്ക്കെന്ന് പറഞ്ഞാൽ എവിടെ എത്തിയിരിക്കുന്നു ഈ BJP നേതൃത്വം? എത്ര മോശമായിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത്. കലാമണ്ഡലം ഗോപിയാശാന് ഭാരതരത്ന കൊടുത്താൽ പോലും മതിയാകത്തില്ല. ഞാൻ അദ്ദേഹത്തിന്റെ കഥകളിൽ പല സ്ഥലത്തും പോയി കണ്ടിട്ടുണ്ട്. വ്യക്തിപരമായ രീതിയിൽ എനിക്ക് അദ്ദേഹത്തിന് അറിയാം. ഇത്രയ്ക്ക് നമ്മളൊക്കെ വണങ്ങിപ്പോവും ആ പിന്നെ കലാകാരനെ മുന്നിൽ കാണുമ്പോൾ. 87 വയസ്സായി, ഇന്നും കഥകളിക്ക് വേണ്ടി ജീവിക്കുന്ന, കാര്യമായിട്ട് ഒന്നും സമ്പാദിക്കാത്ത, എന്നാൽ കഥകളിക്ക് വേണ്ടിയിട്ട് ജീവൻ അർപ്പിച്ച് വലിയൊരു തലമുറയെ തന്നെ വാർത്തേണ്ട മഹാനായ കലാകാരനോട് പത്മഭൂഷൺ എന്ന് പറയുന്ന ഒരു വാഗ്ദാനം പിന്നെ നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പിന്തുണ നേടുക എന്നൊക്കെ പറഞ്ഞാല് ഇവരെവിടെ എത്തിയിരിക്കുന്നു? ഇപ്പം ലോറി കണക്കിന് ഭാരതരത്ന കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ആ ഭാരതരത്നയുടെ വില പോലും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതുപോലെ പത്മഭൂഷൺ പ്രതീക്ഷ ഒന്ന് ആലോചിക്കുക. കേരളം അത് പൊറുക്കുവോ? കലാമണ്ഡലം ഗോപിയാശാനെ പോലെ ഒരാൾക്ക് പത്മഭൂഷൺ കിട്ടിയില്ല എന്ന് സാധാരണക്കാരെ പലരും അറിയുന്ന പോലും ഇപ്പോഴാ. കാരണം അദ്ദേഹത്തിനൊക്കെ ഇത് കൊടുത്ത് ആദരിക്കേണ്ട സമയം, പത്മവിഭൂഷൺ കൊടുക്കേണ്ട സമയം എത്രയോ പതിറ്റാണ്ടുകളായിട്ട്. തീർച്ചയായും അത് അവഹേളിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. കലാമണ്ഡലം ഗോപിയാശാനെ ശ്രീ ഷാബു പ്രസാദ്, ഇത് നൽകുന്ന സന്ദേശം എന്താണ്? അതുല്യനായ കലാകാരൻ, കഥകളി ആചാര്യന് വിലയിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് അദ്ദേഹത്തിന്റെ മകന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വരുന്ന ഒരു സാഹചര്യം. അവിടെ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഈ പത്മ പുരസ്കാരങ്ങളെ പോലും വിൽപ്പനച്ചരക്കാക്കുന്ന ഒരു സന്ദേശം കൂടി നൽകപ്പെടുകയാണോ? ജാഗ്രതക്കുറവ് എന്നതിനപ്പുറത്തേക്ക് ഇതിന്ന് സൈബർ ഹാൻഡിലുകളൊക്കെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ്, സൈബർ ഇടങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പോൾ എന്ത് ശരികേടാണ് സംഭവിച്ചത്? അവിടെ ഒരു കുറ്റബോധത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടാകുന്നുണ്ടോ? പറഞ്ഞ് സ്ഥാനാർത്ഥി കൈകഴുകി അങ്ങ് പോയാൽ മതിയോ ശ്രീ ഷാബു പ്രസാദ്? ഒന്നാമത്തെ കാര്യം, ഈ കലാമണ്ഡലം ഗോപിയാശാൻ അല്ല, ആരാധ്യനായ ഗോപിയാശാൻ അല്ല ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതും ഇങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കുന്നതും. ഗോപിയാശാൻ്റെ മകനായ രഘു ഗുരുകൃപ എന്ന പ്രൊഫൈലിലാണ് ഈ പോസ്റ്റ് വന്നതിന് ശേഷം അപ്രത്യക്ഷമായതും. ഈ രഘു ഗുരുകൃപയുടെ പ്രൊഫൈലൊന്ന് കയറി നോക്കിയാൽ തന്നെ മനസ്സിലാകും, അയാൾ ഒരു ഗോപിയാശാൻ്റെ മകൻ എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അയാളൊരു നല്ല ഒന്നാന്തരം ഒരു അന്തം കമ്മിയാണ് എന്നുള്ളത് അയാളുടെ പ്രൊഫൈലിൽ നിന്ന് കയറി നോക്കിയാൽ നല്ല കൃത്യമായിട്ട് മനസ്സിലാകും. പച്ച നുണ പറയാനും അത് പ്രചരിപ്പിക്കാനും യാതൊരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയാനും നാണമില്ലാത്ത വർഗമാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ രഘു ഗുരുകൃപ ചെയ്തിരിക്കുന്നതും. അല്ലെങ്കിൽ അയാളെ വിളിക്കുകയാണല്ലോ ചെയ്തത് അയാളുടെ ഫോണിലേക്ക്. ഇന്ന ഡോക്ടർ ഇന്നയാള് എന്നെ വിളിച്ച് ഇതേപോലെ പറഞ്ഞു എന്ന് പറയാനുള്ള ആ ധൈര്യം അയാൾ കാണിച്ചില്ലല്ലോ. അയാൾ എന്തിനാണ് പോസ്റ്റ് പിൻവലിച്ചോണ്ട്? പക്ഷേ ശ്രീ ഷാബുപ്രസാദ്, ഗോപിയാശാൻ വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്ന ആരോടും പരാതി പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ അദ്ദേഹം അത് തിരുത്തുകയോ മാധ്യമപ്രവർത്തകർ അടക്കം അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പക്ഷേ പൊതുവെ വന്ന് ഇത് ഈ വിഷയം പറയാൻ ഒരു പക്ഷേ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആ നിലയ്ക്ക് പബ്ലിക് ഡൊമൈനിൽ ഉണ്ടായിരുന്നത് ഇദ്ദേഹത്തിന്റെ മകന്റെ പോസ്റ്റാണ് പബ്ലിക് ഡൊമൈനിലേക്ക് വന്നത്. അപ്പോൾ ആരെയാണ് നമ്മൾ വിശ്വാസത്തിലെടുക്കേണ്ടത്? അദ്ദേഹത്തിന് ഒരു പക്ഷേ അങ്ങ് പറയുന്ന പോലെ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, അത് ഓരോരുത്തരുടെയും അവകാശമാണ്. ഇതിൽ നടന്ന സംഭവത്തെ കുറിച്ചാണ് ചോദ്യം. അല്ല, ഗോപിയാശ
അതാ ഞാൻ പറഞ്ഞത്. ഗോപി ആശാൻ പരമസാത്വികനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള വിവാദങ്ങളിലോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലോ അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹത്തിനെ വെറുതെ വിടൂ, അദ്ദേഹത്തിനെ മാറ്റി നിർത്തൂ. രാഷ്ട്രീയം ഉണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ആർക്കും രാഷ്ട്രീയം വേണ്ടെന്നും പറഞ്ഞില്ല. രാഷ്ട്രീയ ചിന്തയുള്ളത് അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകളുള്ളത് മോശമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ യാതൊരു അടിസ്ഥാനവുമില്ലാതെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞെങ്കിൽ ശരി, അയാളെ വിളിച്ചെങ്കിൽ ഇന്നതാണ് എൻ്റെ ഈ ഫോൺ നമ്പറിൽ നിന്ന് ഈ പേരിലുള്ള ഈ ഡോക്ടറാണ് വിളിച്ചത് എന്ന് ഇയാൾക്ക് പറയാമല്ലോ ധൈര്യമായിട്ട്. എന്താണ് ഇവർ പറയുന്ന പ്രകാരം, സുരേഷ് ഗോപിയുടെ നിയോഗപ്രകാരം ഒരു സംഘി ഡോക്ടറാണ് വിളിച്ചതെങ്കിൽ ആ സംഘി ഡോക്ടർ ആരാണെന്ന് ലോകം അറിയട്ടെന്നേ. അതിൻ്റെ അകത്ത് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇയാൾ ആ പോസ്റ്റും പിൻവലിച്ചുകൊണ്ട് ഓടുകയും ചെയ്തു. ഇതിന് ഈ പറയുന്നതിൻ്റെ പച്ച മലയാളത്തിൽ പറയുന്ന പേര് വേറെയാണ് സുഹൃത്തെ. അല്ലെങ്കിൽ അയാൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കണമായിരുന്നു. അയാൾ ആ പോസ്റ്റ് പിൻവലിക്കാൻ പാടില്ലായിരുന്നു. ആ ഡോക്ടർ ആരാണെന്നും അതിൻ്റെ വിശദാംശങ്ങൾ പറയണമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ തൽക്കാലം ഈ മാധ്യമങ്ങൾക്കും അല്ല ഇവർക്കൊക്കെ ഇതുപോലെ കുറച്ച് ദുരാരോപണങ്ങൾ ഉന്നയിക്കാനുള്ള കുറച്ച് എല്ലിൻ കഷ്ണങ്ങൾ എറിഞ്ഞു കൊടുത്തിട്ട് ഏതോ മൂലയ്ക്ക് ഓടി ഒളിക്കുന്ന ആ സ്ഥിരം കമ്മ്യൂണിസ്റ്റ് ഭീരുത്വമാണ് ഈ രഘു ഗുരുകൃപ ഇവിടെ കാണിച്ചിരിക്കുന്നത്. മറ്റേ കാര്യം, അതായത് ഇവിടെ ടൂളാക്കുകയായിരുന്നു. കാരണം അന്തംഗമ്യായ ഒരു വ്യക്തി എന്നാണ് ഗോപിയാശന്റെ മകനെ പറഞ്ഞത്. അപ്പോൾ അത് രാഷ്ട്രീയ പരമായിട്ടുള്ള അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ ഇപ്പോഴത്തെ പൊതുസ്ഥിതിയും വെച്ചും BJPക്ക് മേൽക്കൈയുണ്ടെന്ന് അവർ അവകാശപ്പെടുന്ന ഒരു മണ്ഡലത്തിൽ കൃത്യമായൊരു ടൂൾ അത് മകനിലൂടെ ഉപയോഗിക്കുകയായിരുന്നു. ഒപ്പം ഈ ചോദ്യമുണ്ടല്ലോ, ആ ഡോക്ടറുടെ പേര് പറയാമായിരുന്നില്ലേ മകന്? പോസ്റ്റ് പിൻവലിച്ച് പോവുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. മറുപടി, ഷാഹുപ്രസാദ് എന്റെ സുഹൃത്താണ്. അദ്ദേഹം വാസ്തവത്തിൽ ഇതുവരെ സംസാരിച്ചത് ഗോപിയാശാനെ അദ്ദേഹത്തിന്റെ മകനെയും സമൂഹത്തിന് മുമ്പിൽ അറിഞ്ഞോ അറിയാതെ അദ്ദേഹം അപമാനിക്കുകയത്. ഷാബു പ്രസാദ് സത്യസന്ധമായിട്ട് പറഞ്ഞ ഗോപിയാശാന്റെ മകനെ കുറിച്ചും കേട്ടു ജനം തീരുമാനിക്കട്ടെ. ഗോപിയാശാന്റെ മകനല്ല അദ്ദേഹം എന്ന് പറയാൻ മഹാഭാഗ്യമായി പോയി. ഷാബു പ്രസാദ് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഞാൻ പറയാം. ഈ നിമിഷം വരെ ഗോപിയാശാൻ അത് നിഷേധിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് താൻ ആർക്കും പരാതി കൊടുത്തിട്ടില്ലെന്നേ പറഞ്ഞോളൂ. തന്നെയുമല്ല, ഗോപിയാശാൻ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോൺ മകന്റെ കൊടുത്തു. മകനോട് സംസാരിച്ചപ്പോൾ താല്പര്യമില്ലെന്ന് മകൻ പറഞ്ഞപ്പോൾ, എന്നാൽ അത് ഗോപിയാശാൻ തന്നെ പറയട്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ വീണ്ടും ഫോൺ കൊടുത്തു ഗോപിയാശാന്റെ. അദ്ദേഹത്തിനോട് ആ നിമിഷം പറയാം, അന്നേരം പറഞ്ഞത് ഈ പത്മഭൂഷണൊക്കെ കിട്ടണ്ടേ, അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ മറുപടി? അതാണ് നിലപാടെന്ന് പറയുന്നത്. ഓരോ മലയാളികളുടെയും എന്താ പറയാ, അവന്റെ അഭിമാനത്തെ ത്രസിപ്പിക്കുന്ന നിലപാട് ഗോപിയാശാൻ എന്ന് പറഞ്ഞ മാതൃകാ പുരുഷൻ പറഞ്ഞു. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇങ്ങനെയാണെങ്കിൽ തനിക്ക് പത്മഭൂഷൺ വേണ്ടാന്ന് പറഞ്ഞു. നോക്കൂ, നിങ്ങൾ ഭീഷണിപ്പെടുത്തി ആരെല്ലാം കൊണ്ടുപോകുന്നു. ഇന്നലെ രാഹുൽ ഗാന്ധി ബോംബെയിൽ വെച്ചിട്ട് പരസ്യമായിട്ട് പറഞ്ഞു, രണ്ടുപേരുടെ പേര് സഹിതം പറഞ്ഞു, ഡയറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിലും വ്യക്തിയർത്ഥത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഭീഷണി ഉണ്ടാണ്, മാഡം ഞങ്ങൾ പോണം, ഗതികേട് കൊണ്ടാ പോണെന്ന് പറഞ്ഞു. CK പത്മനാഭൻ എന്ന് പറയുന്ന നിങ്ങളുടെ സമുന്നത നേതാവ്, മുൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, ഇപ്പോൾ ദേശീയ സമിതി അംഗം, അദ്ദേഹം പറഞ്ഞെന്താ, ഭാരതമുക്ത അല്ലെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് ഇനി കോൺഗ്രസ് മുക്ത BJP എന്നുള്ള ഒരു സ്ലോഗനിലേക്ക് ശ്രീ ഷാബു പ്രസാദ് അതായത് തെറ്റായ സന്ദേശം നൽകുന്നുണ്ടോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. കാരണം പത്മ പുരസ്കാരങ്ങളൊക്കെ നമ്മൾ എത്രത്തോളം ഔന്നത്യത്തോട് കാണുന്നത് എന്ന് നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അവിടെ ഒരു ഡോക്ടർ ഇടനിലക്കാരനായി അദ്ദേഹം സംസാരിച്ചുകൊള്ളൂ, അനുഗ്രഹം തേടാൻ അവിടേക്ക് സുരേഷ് ഗോപിക്ക് വരാൻ താല്പര്യമുണ്ട്. പക്ഷേ പിന്നീട് പറയുന്ന ആ ഒരു ഡയലോഗ് അത് എത്രത്തോളം, കാരണം നമ്മൾക്ക് ഗോപിയാശാനെ ബന്ധപ്പെടുമ്പോൾ എന്താണ് സംഭവിച്ചത് അദ്ദേഹം നമ്മോട് പറയുന്നുണ്ട്. പക്ഷേ ഇത് പൊതുമധ്യത്തിലേക്ക് അദ്ദേഹത്തിന് ഒരു പക്ഷേ വലിച്ച് ഇട്ട് ചർച്ച ചെയ്യാൻ താല്പര്യമില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അത്തരം ചർച്ചകളിലേക്കോ ബൈറ്റ് നൽകാനോ അദ്ദേഹം തയ്യാറാകാത്തത്. പക്ഷേ ഇത് നൽകുന്ന സന്ദേശമുണ്ടല്ലോ, ഒരു ജാഗ്രത കുറവ് എന്നതിനപ്പുറത്തേക്ക് ഇതാണ് ചെയ്തികളെങ്കിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇങ്ങനെ പറഞ്ഞു എന്ന് ഇയാളുടെ ഈ അന്തം കമ്മിയായ മകൻ പറഞ്ഞതല്ലാതെ ആ പിൻവലിച്ചുകൊണ്ട് ഭീരുത്വത്തോടെ പൊക്കിയെടുത്തുകൊണ്ട് പോയ ആ പോസ്റ്റിൻ്റെ അകത്ത് അയാൾ പറഞ്ഞ പച്ച നുണയല്ലാതെ മറ്റെന്താണ് ഇവിടെ നമുക്ക് അടിസ്ഥാനമാക്കിയുള്ളത്? ഇങ്ങനെ ആരെ പറ്റിയാണെന്ന് പറയാൻ പറ്റാത്തത്. എന്നെ ഇന്നലെ പിണറായി വിജയൻ വിളിച്ചിരുന്നു, ഒന്ന് മോദിജിയോട് ഇന്ന കാര്യം പറയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു. അടുത്ത 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ആ പോസ്റ്റ് പിൻവലിച്ചു. ഇതിന് ഇങ്ങനെ ഉടനെ നിങ്ങൾ മൈക്കെടുത്തുകൊണ്ട് പിണറായി വിജയൻ്റെ അടുത്തേക്ക് പോവുമോ? ഇതേപോലെ ചർച്ച ചെയ്യുമോ? നിങ്ങൾ എന്തിനാണ് മോദിയെ വിളിക്കാൻ ഷാബു പ്രസാദിനോട് പറഞ്ഞത് എന്ന് ചോദിക്കുമോ? അത്രമാത്രം അതേ ഉള്ളൂ. ഇങ്ങനെ ആരെപ്പറ്റി എന്താണെന്നേ പറയാൻ പറ്റാത്തത് ഈ ലോകത്ത്. ഇത്
അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ സുരേഷ് ഗോപി അവിടെ മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നു എന്ന അങ്കലാപ്പിൽ നിന്ന് ഒന്നും പറയാനില്ലാത്ത കൊണ്ട് ഇതേപോലെയുള്ള ഇങ്ങനെയുള്ള ചീപ്പ് വില കുറഞ്ഞ നാടകങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ രക്തത്തിലുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ബ്ലഡിൽ ഉള്ള സാധനമാണിത്. എതിരാളികളെ പറ്റി, എതിർപക്ഷത്ത് നിൽക്കുന്നവരെ പറ്റി എന്തെല്ലാം നികൃഷ്ടമായ രീതിയിൽ കാര്യങ്ങൾ ഉണ്ടാക്കാമോ കാര്യം നേടാൻ അവരെന്നും അത് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇത് BJP ജാഗ്രത പാലിക്കേണ്ടതായിരുന്നില്ലേ? സുരേഷ് ഗോപി ജാഗ്രത പാലിക്കേണ്ട. ഇങ്ങനെ നാവിനെല്ലില്ലാത്ത വൃത്തികെട്ടവന്മാർ, അലവലാദികൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതിനെ, അതും കലാമണ്ഡലം ഗോപിയാശാൻ്റെ പരമസാത്വികനായ ആ മനുഷ്യൻ്റെ മകനായി പോയി എന്ന് എന്ത് ചെയ്യാൻ പറ്റുമോ? അത് ഇങ്ങനെയും ചില ജന്മങ്ങളും മക്കളായിട്ട് ചിലപ്പോൾ ജനിച്ചെന്ന് വരും ഈ ലോകത്ത്. മനുഷ്യരുടെ നല്ല ആൾക്കാരുടെയും നല്ല സാത്വികരുടെയും മക്കളായിട്ട് ഇതേപോലുള്ള വൃത്തികെട്ടവന്മാർ ഉണ്ടായിപ്പോയി എന്ന് വരും. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ളവർ പറയുന്നതിനൊക്കെ മറുപടി ഇവിടെ സുരേഷ് ഗോപി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, BJPയും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആരെയും ഏർപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ പറയുന്ന ഏത് ഡോക്ടർ ഏത് നമ്പറിൽ നിന്ന് വിളിച്ചെന്ന് പറയാനുള്ള ആ ചങ്കുറപ്പ് കാണിക്ക്, ആ നട്ടലുറപ്പ് കാണിക്ക്. കിടന്ന് അവിടെ ഇവിടെയും കിടന്ന ഈ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് കാണിക്കാതെ ഏത് ഡോക്ടർ എപ്പോൾ എന്ന് വിളിച്ചു, കഴിയുമെങ്കിൽ ആ ശബ്ദരേഖ പുറത്തുവിട്. വേണ്ട, ശബ്ദരേഖ പുറത്തുവിടണ്ട. ഇന്ന നമ്പറിൽ നിന്ന് ഇന്ന സമയത്ത് വിളിച്ചു എന്ന് പറ. എന്തിന് ഇയാൾ പോസ്റ്റ് പിൻവലിച്ചു? അത് ഇങ്ങനെ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഇതുപോലെ ഒരു പിതൃശൂന്യ പോസ്റ്റിന്റെ പേരിൽ സുരേഷ് ഗോപി മറുപടി പറയണം, BJP മറുപടി പറയണം എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് നടക്കുന്നത്? ഇത് ആരെ കൊണ്ട് ആർക്ക് ആരെ പറ്റി എപ്പോൾ വേണേൽ പറയാവുന്ന കാര്യമാണ്. അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കാമാണ് നമുക്ക് സഭ്യമായ രീതിയിൽ. അതെ, അത് ഓരോരുത്തരെ അർഹിക്കുന്ന പരാമർശം ഉണ്ടാകും, അത്രേ ഉള്ളൂ. ശ്രീ റെജി ലൂക്കോസ്, കാരണം 2019 നിന്നും 2024 ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ പ്രധാനപ്പെട്ടത് ഈ നമ്മുടെ സാങ്കേതിക വിദ്യയുടെ വികസനമാണ്, സോഷ്യൽ മീഡിയ അടക്കമുള്ള വികസനമാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ ജാഗ്രത സ്വാഭാവികമായും എല്ലാ സ്ഥാനാർത്ഥികളും സ്വീകരിക്കണം. പക്ഷേ സുരേഷ് ഗോപിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കുറച്ച് ചില നരേറ്റീവ് ബോധപൂർവം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇരു കക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ? പ്രത്യേകിച്ച് മാതാവിന് നൽകിയ ഈ സംഭാവനയുമായി ബന്ധപ്പെട്ട് പിന്നീട് സുരേഷ് ഗോപിയുടെ പോക്കും നടപ്പും നാവും ഒക്കെ സസൂക്ഷ്മം പരിശോധിച്ച് അതൊക്കെ ഇടത് ഹാൻഡിലുകൾ നിറയുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് അത് കുറെ കൂടി ചർച്ച ചെയ്യപ്പെടണം എന്ന ഒരു തിരക്കഥ ഇക്കാര്യത്തിലുണ്ടോ? ഷാഹു പ്രസാദ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ ഒരു കേവലം ഒരു വിഷയം എന്നതിനപ്പുറത്തേക്ക് ആ പോസ്റ്റ് പിൻവലിച്ചു കഴിഞ്ഞു. ആ ചർച്ച അവിടെ തീരേണ്ടതല്ലേ? പക്ഷേ ഇപ്പോഴും അത് സോഷ്യൽ മീഡിയയിൽ ആളിക്കത്തുകയാണ്. റജി, പ്രതീക്ഷ, ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ട് അത് ഡിലീറ്റ് ചെയ്താലും അത് അന്തരീക്ഷത്തിൽ വന്നു കഴിഞ്ഞു. പിന്നെ അതിന്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്കത് ക്രോസ് ചെക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇവിടെ ഷാഹു പ്രസാദ് പറഞ്ഞ പോലെ ഒരു മറുപടി ഒറ്റ വാചകത്തിൽ പറഞ്ഞിട്ട് ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറയാം. ഷാഹു പ്രസാദ് പറഞ്ഞത് എന്നെ വേദനിപ്പിച്ചു. കാരണം കലാമണ്ഡലം ഗോപിയാശാന്റെ മകന് ഒരു വൃത്തികെട്ട മകനുണ്ടായി, പിതൃശൂന്യൻ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് 87 വയസ്സായ ആ വന്ധ്യവയോധികനായ മഹാനായ ലോകം ആദരിക്കുന്ന, കേരളം മാത്രമല്ല പാശ്ചാത്യ നാടുകൾ പോലും ആദരിക്കുന്ന മഹാനായ കേരളത്തിന്റെ പുത്രനോട് ഈ രീതിയിലൊരു വാക്കുകൾ ഉപയോഗിച്ചത് ഞാൻ ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഉള്ള വാക്കുകൾ കേട്ടിട്ടില്ല. പലരും ഇങ്ങനെ പറയാറുണ്ട് ചില മനുഷ്യർ. പക്ഷേ ഇതുപോലെ ആദരണീയനായ ഒരു വ്യക്തിത്വം ഈ രീതിയിലൊക്കെ വർണ്ണിക്കുക എന്ന് പറഞ്ഞാല് തൃശ്ശൂരിലെ വോട്ടർമാർ ഉൾപ്പെടെയുള്ള ലോകത്തെ മലയാളികൾ ഇത് കേട്ടോണ്ടിരിക്കട്ടെ, ഇവരുടെ അസഹിഷ്ണുത എത്ര വലുതാന്നുള്ളത്. അതുകൊണ്ട് ആ സബ്ജക്ട് ഞാൻ അവിടെ നിർത്തുവാണ്. ഇനി ചോദ്യത്തിലേക്ക് വരാം. സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിത്വം ഒരു കലാകാരനാണ്, കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ്. അതിലുപരി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള വാക്കുകളും പ്രവൃത്തികളും എല്ലാം ഏതാണെന്നുള്ളവരെ കേരളം മുഴുവൻ അറിയാം. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ നിഷേധിച്ചാൽ പിന്നെ അത് അവസാനിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അങ്ങനെ അവസാനിപ്പിക്കേണ്ടതാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് നമ്മുടെ നാട്ടിൽ കാറ്റിക്കൂട്ടിരിക്കുന്ന പല പരാക്രമങ്ങളും ഈ കാലത്ത് ഓർമ്മിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു വിലക്ക് ഏർപ്പെടുത്താൻ പറ്റുമോ? ഇവിടെ സുരേഷ് ഗോപിയെ പോലെ ഒരാള് ഈ പരിഷ്കൃത സമൂഹത്തിന് അപമാനമായ ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള നടപടികളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് വന്നാൽ, പ്രതികാര മനോഭാവത്തോടുകൂടി പ്രതികരിച്ചാൽ, ഈ പറയുന്ന തൃശ്ശൂര് മാതാവിന്റെ പിന്നെ ഒരു കിരീടം താൻ സ്വർണ്ണ കിരീടം ചാർത്തണമെന്ന് പറഞ്ഞ് മാധ്യമങ്ങളെല്ലാം വിളിച്ചു വരുത്തി ചാർത്തിയ കിരീടം അത് കേവലം 4 പവനിൽ പൂശിയ ഒരു ചെമ്പ് കിരീടമാണെന്നുള്ള കബളിപ്പേര് കേരളത്തിലെ ജനങ്ങൾ മറക്കുവോ? ഇദ്ദേഹത്തെ പോലൊരു സമുന്നതനായ വ്യക്തി. അപ്പൊ വോട്ട് തട്ടാൻ വേണ്ടിയിട്ട് ഒരു സമൂഹം ആരാധിക്കുന്ന ഒരു പ്രതീകത്തിനെ അപമാനിച്ച ജനം പൊറുക്കുവോ? അതുപോലെ തന്നെയാണ് പിന്നെ ഗുരുവായൂരിലുള്ള മേൽപ്പാതം. അത് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടുകൂടി 15 ലക്ഷം രൂപ പൂർത്തീകരിച്ചപ്പോൾ അവിടെ ചെന്ന്
മാലയിട്ട് അദ്ദേഹം പറയുന്നു ഞാനാണിത് പണിതെന്ന്. ഇങ്ങനെ നുണകളുടെയും ധിക്കാരത്തിന്റെയും ഒരിക്കലും മനുഷ്യൻ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മനോഭാവത്തിന്റെയും ബ്രാഹ്മണ്യ മനോഭാവത്തിന്റെ പിന്നെ എന്താ പറയാ തലയ്ക്ക് മുകളിൽ ഇരുന്നുകൊണ്ട് അത് പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന ലജ്ജയില്ലാത്ത ഒരു സവർണ പിന്നെ എന്താ പറയാ ഈ കാലത്ത് നമുക്ക് നിയമപരമായിട്ട് പോലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വാക്കുകളും പ്രവർത്തികളും ചെയ്യുന്ന സുരേഷ് ഗോപിയുടെ വാക്കുകൾ വിഴുങ്ങിക്കളണം എന്നൊക്കെ പറഞ്ഞാൽ സംസ്കാര സമ്പന്നമായ ഉത്തരേന്ത്യൻ സംസ്കാരം ഒരു ശതമാനം പോലും മതേതര കേരളം ജാഗ്രതക്കുറവുകൾ സുനിൽകുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അല്ല അതിലേക്ക് ഞാൻ വരാം അതൊന്ന് ക്ലിയർ ചെയ്യണം. അതായത് ബഹുമാനപ്പെട്ട സുനിൽകുമാറിന്റെ ഫേസ്ബുക്കിൽ കയറി അറിയാം. അദ്ദേഹം കഴിഞ്ഞ വർഷമൊക്കെ ഇട്ട പോസ്റ്റിനകത്തും ഈ ടോവിനായിട്ടുള്ള സൗഹാർദ്ദം പിന്നെ പുതുക്കിക്കൊണ്ട് അദ്ദേഹം പോസ്റ്റിട്ടുണ്ട്. ടോവിനോ തോമസ് അദ്ദേഹത്തിന്റെ സുഹൃത്താണ്, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ വോട്ടറാണ്, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അതിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അദ്ദേഹം അവിടെ പോയി. സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാം ആരായാലും പോകും, ഏത് സ്ഥാനാർത്ഥിക്കും പോകും. അവരൊപ്പം നിന്ന് പടം എടുത്തു. ആ പടത്തിന്റെ പിന്നിൽ ഈ പറയുന്ന സ്ഥാനാർത്ഥിയുടെ ചിഹ്നവും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അതിട്ട് പോസ്റ്റ് ചെയ്തു. അദ്ദേഹം ബ്രാൻഡ് അംബാസഡർ ആണ് ഇലക്ഷൻ കമ്മീഷൻ ഉള്ള അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു. അത് സ്റ്റോവിനെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഡിലീറ്റ് ചെയ്തു. അതിലൂടെ എങ്ങനെ വ്യക്തിഗതി വരുന്നത്? അദ്ദേഹം അത് പറഞ്ഞു, അതോടുകൂടി ആ പ്രശ്നം തീർന്നു. അതുപോലെയാണ് നമ്മുടെ സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത കൊള്ളരുതായ്മകൾ ആവർത്തിച്ചുകൊണ്ട് നോക്കൂ. ഈ പറയുന്ന സാബു പ്രസാദ് പറഞ്ഞ ആ ഗ്രാവിറ്റിയിൽ സുരേഷ് ഗോപി പ്രതികരിച്ചല്ലോ. സാധാരണ ഇത് ഞാൻ പറഞ്ഞില്ല, പ്രതികാര മനോഭാവത്തോടുകൂടി പ്രതികരിക്കുന്ന സുരേഷ് ഗോപി ആശാന്റെ കാര്യത്തിൽ വളരെ സോഫ്റ്റ് ആയിട്ടാണ് പ്രതികരിച്ചത്. ഗോപി ആശാൻ പോലും അതൊന്നും നിഷേധിച്ചില്ല. തീർച്ചയായും ഉണ്ടാകും. ഷാബു പ്രസാദിലേക്ക് നമുക്ക് എത്താം. ശ്രീ ഷാബു പ്രസാദ്, സുരേഷ് ഗോപിയെ സംബന്ധിച്ചോളം സുരേഷ് ഗോപി മികച്ച നടനാണ്. മാസ് ഡയലോഗുകളൊക്കെ ഉള്ള അല്ലെങ്കിൽ അങ്ങനെ എത്രയോ നല്ല സിനിമകൾ മലയാളിയുടെ മനസ്സിലൊക്കെ ഉണ്ട്. പക്ഷെ രാഷ്ട്രീയ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ പക്വതയില്ലായ്മ ഫീൽ ചെയ്യപ്പെടുന്നുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ തെറ്റ് പറയാൻ കഴിയുമോ? കാരണം എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതല്ല, അങ്ങനെ ഒരു നെറേറ്റീവ് എതിർപ്പാളയങ്ങൾ സൃഷ്ടിക്കുകയാണ്. സുരേഷ് ഗോപി ഈ രാഷ്ട്രീയ ജാഢ്യങ്ങളുടെ അല്ലെങ്കിൽ ഈ ഇതുപോലെയുള്ള രാഷ്ട്രീയ കാപഢ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് അങ്ങനെ ആ ഒരു പരിചയം അദ്ദേഹത്തിന് അതിൻ്റെ ഇതിലില്ല എന്നുള്ളത് ഒരു സത്യമാണത്. അത് തിരിച്ചറിയാതെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വളച്ചൊടുക്കി താൻ പറയുന്ന ഓരോ വാക്കുകളും എത്രമാത്രം സൂക്ഷിച്ചു വേണമെന്നും അത് 7 നീക്കം മുൻകൊണ്ട് കണ്ട് ഇത് ഏതെല്ലാം രീതിയിൽ വളച്ചൊടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഒക്കെ ചിന്തിച്ചുകൊണ്ട് പ്രതികരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. പിന്നെ ഈ രാഷ്ട്രീയ പക്വതയില്ലായ്മയുടെയും അഹങ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണല്ലോ. ഒരു വേദിയിൽ ആങ്കറിങ് നടത്തുന്ന ഒരു ലേഡി സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്നില്ല സാർ വളരെ നന്ദി, നല്ല ഒരു പ്രസംഗം കഴിഞ്ഞു, ഇത് നമ്മൾ എത്രത്തോളം കേൾക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞതിന് പബ്ലിക്കായിട്ട് ഇമാതിരി വർത്തമാനമൊന്നും ഇവിടെ പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞതിനെ പോലെയുള്ള ആ ഒരു അഹങ്കാരവും വിവരക്കേടും കേരളം കേട്ടിട്ടുണ്ട്. ഇത് എത്ര തവണ നമ്മൾ കണ്ടു. നിങ്ങളോടല്ലേ പറഞ്ഞത് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത്? ഇങ്ങനെ എത്രയോ വേദികളിൽ ഈ കേരളം ഭരിക്കുന്ന ഇവരൊക്കെ പറയുന്ന ഇരട്ട ചങ്കോ മറ്റേ 4 ചങ്കോ 10 ചങ്കോ ഒക്കെയുള്ള മനുഷ്യൻ എത്രയോ കാലങ്ങളായി രാഷ്ട്രീയത്തിലുള്ളവരാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഓരോ വേദികളിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടാൽ ഇവരുടെ സംസ്ഥാന സെക്രട്ടറി ഒരു മൈക്കുകാരനോട് പെരുമാറിയത് കണ്ടതല്ലേ? ഇത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അത്ഭുത വിദ്യയാണ് ഈ മൈക്കെന്ന് പറയുന്നത്. എന്നിട്ട് സദസ്സിനെ പഠിപ്പിക്കുക. ഇത് എത്ര കണ്ടു നമ്മൾ, ഇതെന്തും മാത്രം കണ്ടു. ഇവരെപ്പോലെ ഇങ്ങനത്തെ വിവരദോഷവും അഹങ്കാരവും ഒരുമിച്ച് ചേർന്ന് ചേരുമ്പോഴുള്ള കോപ്രായങ്ങൾ കാണിക്കുന്ന വർഗം ഈ ഭൂമിക്ക് മോളി വേറെ ഇല്ല. ഇവിടെയാണ് അതേസമയം ഞാൻ പറഞ്ഞില്ലേ, സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലി അദ്ദേഹം ഒരു നടനാണ്, ആക്ടറാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് അധികകാലമായിട്ടില്ല. ഈ രാഷ്ട്രീയത്തിൻ്റെ ഈ രീതിയിലുള്ള കുടിലതകൾ തിരിച്ചറിയാൻ ഇന്നതിൽ പലപ്പോഴും അദ്ദേഹം പരാജയപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ അദ്ദേഹത്തെ തൃശ്ശൂരുകാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തെ തൃശ്ശൂരിന് വേണം, അവിടുത്തെ ജനങ്ങൾക്ക് വേണം എന്ന ഒരു വികാരം തൃശ്ശൂർ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇവർ ഇതേപോലെ എതിർപക്ഷത്ത് നിൽക്കുന്നവരെ പെണ്ണുകേസ്, ഗർഭക്കേസ്, ഇതുപോലെയുള്ള കേസുകൾ കൊടുക്കുന്ന സ്ഥിരം ഇവരുടെ രക്തഗുണവുമായി ഈ കമ്മ്യൂണിസ്റ്റുകൾ ഇറങ്ങിയിരിക്കുന്നത്. അതാണ് അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത്. ഇനിയും ഇതുപോലെ ഉണ്ടാകും.
ഇനിയും ഇതുപോലെ ഉണ്ടാകും. സുരേഷ് ഗോപിയുടെ ഒരു വാക്ക്, ഒരു നോട്ടം, ഒരു ചലനം, ദാ കണ്ടില്ലേ, ഇതെല്ലാം ഇനിയും വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. കാര്യം ഇവരുടെ കയ്യിൽ ഒന്നുമില്ല പറയാൻ. ഇതുപോലെ എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ എതിരാളികളുടെ മേളിൽ ഈ രീതിയിലുള്ള നികൃഷ്ടമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നത് മാത്രമേ ഇനി ഇവരുടെ കയ്യിൽ ബാക്കിയുള്ളൂ. അതേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇവരുടെ കയ്യിൽ നിന്ന്. അതാണ് ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഇനിയും ഉണ്ടാകും. 30 സെക്കൻഡിൽ മറുപടി. പ്രതീക്ഷ, ഈ സുരേഷ് ഗോപിയെ കുറിച്ചൊന്ന് കേരളം അറപ്പോടുകൂടി കേൾക്കേണ്ട രീതിയിലുള്ള ഒരു ആരോപണം പുറത്തു വന്നിട്ടുണ്ട്. അട്ടപ്പാടിയിലെ ഒരു ഊരിൽ ഇദ്ദേഹം എത്തി, അവിടെ എന്തോ പിന്നെ ആൾക്കാർക്ക് പട്ടിണി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ആ ഊരിലെ മുഴുവൻ കാര്യങ്ങൾ ഏറ്റെടുത്ത് അതിനെ ദത്തെടുത്തതായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ട് തിരിച്ചു പോകുന്നതിന് ശേഷം അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇന്ന് ആ ഊരിലെ മൂപ്പനും ഊരിലെ പിന്നെ പല ആളുകളും മാധ്യമങ്ങളോട് ഈ വിവരം വെളിപ്പെടുത്തി കഴിഞ്ഞു. തന്നെയുമല്ല അദ്ദേഹം. ശരി, ശ്രീ റെജി ലൂക്കോസ്, അദ്ദേഹത്തിന്റെ കണക്ഷൻ കട്ടായിട്ടുണ്ട്. വളരെ നന്ദി ശ്രീ ഷാവു പ്രസാദ്, റെജി ലൂക്കോസ് ഈ ചർച്ചയിൽ പങ്കുചേർന്നത്. എന്തായാലും വിവാദങ്ങളും മറ്റ് പൊളിറ്റിക്കൽ സ്റ്റണ്ടും ഒക്കെ തന്നെ ഇനിയും നമ്മൾ കാണേണ്ടി വരും. കാരണം ഇനി 39 ദിവസം കൂടി ഗോദയിൽ സമയമുണ്ട് എന്നുള്ളതാണ്. തൃശ്ശൂർ അങ്ങനെ വിവാദങ്ങൾ കൂടി ചൂടുപിടിക്കുകയാണ്. ആ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്.